السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനം നിറഞ്ഞ പ്രിയ ഉസ്താദ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മേലായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോ സഹോദരങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ വിശാലമായ ഗഹനമായ ഒരു വിഷയമാണ് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്ഥാനം എന്താണ് എന്ന് വിശദീകരിക്കുക എന്ന് പറയുന്നത്. വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിലൂടെ ഈ വിഷയത്തിൻ്റെ ചർച്ചകൾ പോകാൻ അവസരമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയം, അതിൻ്റെ പഠനം, ആ പഠനത്തിന് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു രീതിശാസ്ത്രം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരു സമയം ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തൊരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ പോലെയല്ല പരിശുദ്ധ ഖുർആനിൻ്റെ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. സത്യവിശ്വാസികൾ ആ വിഷയത്തെ സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെയല്ല. മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ രചിക്കപ്പെട്ടതാണ്, സൃഷ്ടിയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വാനലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച അവൻ്റെ കലാമാണ്, സംസാരമാണ്. അതൊരിക്കലും സൃഷ്ടിയല്ല എന്നുള്ളതാണ് അതിൻ്റെ ഗൗരവമായിട്ടുള്ള ഒരു വശം. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രന്ഥത്തിന് കൊടുക്കേണ്ട ആദരവ് വിശ്വാസി സമൂഹം കൊടുക്കൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനിന് നമ്മൾ ആ രൂപത്തിലുള്ള ഒരു ആദരവ് നൽകിയിട്ടില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്താണെന്നറിയും. താബഈ പണ്ഡിതനായ അംർ ബിൻ ദീനാർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു അധ്യാപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, മിൻഹു ബദഅ, അത് അള്ളാഹുവിൽ നിന്നാണ് തുടങ്ങിയത്. അള്ളാഹുവിൻ്റെ സംസാരം, പരിശുദ്ധ ഖുർആൻ, അത് അള്ളാഹുവിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ആ ഖുർആനിനെ കുറിച്ച് വഇലൈഹി യുഈദ്, അത് വഇലൈഹി യഊദ്, അത് അവനിലേക്ക് മടങ്ങും എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ. അതായത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. ഇത് ഒരു നാൾ അള്ളാഹുവിലേക്ക് ഹൃദയങ്ങളിൽ നിന്നും മുസ്ഹഫുകളിൽ നിന്നും മടങ്ങും എന്നുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയായിട്ട് പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ്. എങ്ങനെയാ ഈ ഖുർആൻ വാനലോകത്തേക്ക് ഉയർന്നു പോകുമെന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ആരും ആ ഖുർആനിനെ പരിഗണിക്കാത്ത ഒരു നാൾ കടന്നു വരാനുണ്ട് എന്നുള്ളതാണ്. ലോകാവസാനത്തിൻ്റെ ലക്ഷണമായിക്കൊണ്ട് ലോകാവസാനം അടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അടയാളമെന്നോണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മുസ്ഹഫുകളിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും ഈ മുസ്ഹഫ് അല്ലെങ്കിൽ ഈ ഖുർആൻ അത് അപ്രത്യക്ഷപ്പെടുന്ന ഒരു നാൾ കടന്നു വരാനുണ്ട്. ആരും ഖുർആൻ വായിക്കാത്ത ഒരു നാൾ, പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ആരും ജീവിക്കാത്ത ഒരു നാൾ, ഈ ഖുർആൻ ഭൂമി ലോകത്ത് നിന്ന് അത് അപ്രത്യക്ഷമാകും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിന് നൽകുന്ന ഒരു ആദരവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നത്, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്,
പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആശയം സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അത് നമ്മൾ പകർത്തുന്നത്, ഇതൊക്കെ ഖുർആനിനോട് കാണിക്കുന്ന ആദരവാണ്. അത് എന്ന് നഷ്ടപ്പെടുന്ന ദിവസം ഈ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തേക്ക് തിരിച്ചുയർത്തും എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, നമ്മളിവിടെ സംഘടിപ്പിക്കുന്ന ഈ ഒരു ക്ലാസ് പോലും പരിശുദ്ധ ഖുർആൻ ഭൂമിയുടെ പരപ്പിൽ അത് നിലനിൽക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത്രയും പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ തിരിച്ചറിയേണ്ട ഒരു വിഷയം, എങ്ങനെയായി ഖുർആൻ പഠിക്കേണ്ടത് എന്ന്. പരിശുദ്ധ ഖുർആൻ കേവലമായിട്ട് അങ്ങനെ പാരായണം ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഹർഫിനും പ്രതിഫലം കിട്ടും, സംശയമൊന്നുമില്ല. പക്ഷേ ഖുർആൻ മനസ്സിലാക്കാത്ത ഒരു ജനതയാണ് ഈ ഭൂമിയുടെ പരപ്പിൽ തങ്ങി നിൽക്കുന്നത് എങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം സഹോദരങ്ങളെ നമുക്ക് ആ ഖുർആൻ കൊണ്ട് ഉണ്ടാകുമോ? ആ നിലക്ക് ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും, അതിൽ സംശയമൊന്നുമില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. പക്ഷേ ഖുർആനിൻ്റെ ആശയം നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ, ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അതുകൊണ്ട് ഖുർആൻ എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് പഠിക്കാൻ നമ്മൾ സമയം ചെലവഴിക്കണം. ഇത് ഗൗരവമുള്ള ഒരു സംഗതിയാണ്. അതിനൊരു താല്പര്യം നമുക്ക് ജനിക്കുകയാണ് എങ്കിൽ, പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പഠിക്കാനുള്ള ഒരു താല്പര്യം നമ്മൾ ജനിക്കുകയാണ് എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു സ്ഥാനം ആ സഹോദരങ്ങളെ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നൽകുക. പക്ഷെ അതെങ്ങനെയാണ് ഗ്രഹിക്കുക? ഖുർആനിനൊരു ഫിഖ്, ഒരു ഗ്രാഹ്യത, അത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണേ എന്ന് അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവാണ്, ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവാണ് നമുക്ക് ലഭിക്കുക. ആ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവ് എത്രത്തോളം ഒരു ഉയർച്ചയിലേക്ക് നമ്മളെ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സംഭവം ഇമാം അശ്ശഅബി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. അതെന്താ? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് ഒരു സ്ത്രീ കടന്നു വരിക. ആ സ്ത്രീ തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയും, എൻ്റെ ഭർത്താവ് ഉഷാറാണ്, നല്ലവനാണ്, ഇന്ന കാര്യങ്ങളൊക്കെ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ധാരാളം പുകഴ്ത്തിക്കൊണ്ട ഭർത്താവിനെ കുറിച്ച് സംസാരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു കേട്ടതിനൊക്കെ നല്ല കാര്യം എന്ന് പറഞ്ഞു. അന്നേരം ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ കഅബ് ബിൻ സൂർ റഹിമഹുല്ലാഹ്, താബീകളിൽപ്പെട്ട വലിയ ഒരു പണ്ഡിതനും കൂടിയുണ്ട്. ആ സ്ത്രീ തിരിച്ചു പോയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കഅബ് ബിൻ സൂർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അവരുടെ ആവശ്യം എന്താണ് എന്നുള്ളത് അവിടുന്ന് പരിഗണിച്ചു കൊടുത്തില്ലല്ലോ. അവരെന്താവശ്യപ്പെട്ടുകൊണ്ടാണോ വന്നിട്ടുള്ളത്, അതിനുള്ള ഒരു പരിഹാരം എന്താണ് എന്നുള്ളത് അവിടുന്ന് പറഞ്ഞു കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത് എന്താണെന്ന് മനസ്സിലാക്കിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീ എന്താണ് അവരുടെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ, അവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട് രാത്രിയിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ തൻ്റെ പുരുഷനിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി അവിടത്തേക്ക് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് നേർക്കുനേരെ പറയാൻ അവർക്ക് ലജ്ജയുണ്ട് എന്ന വിഷയം പറഞ്ഞു. അതിൻ്റെ സൂചനകളാണ് നൽകിയത്. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു അവരെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ഈ കാര്യം നേർക്കുനേരെ ചോദിക്കുകയാണ്, ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന്. ആ സ്ത്രീ ലജ്ജിച്ചുകൊണ്ട് പറഞ്ഞു, അതേ എന്ന്. ഭർത്താവ് പകൽ മുഴുവൻ നോമ്പ് നോൽക്കുകയാണ്, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുകയാണ്. ഇതാണ് നന്മകളായിട്ട് അറിയിക്കപ്പെട്ട വിഷയം. അപ്പം അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു കഅബ് ബിൻ സൂർ റഹിമഹുല്ലാഹയോട് പറഞ്ഞു, നിങ്ങളാണല്ലോ ഇത് മനസ്സിലാക്കിയത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം നിശ്ചയിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ചര്യയാണ് അല്ലേ? ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ആ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി പറയും. അത് അന്നും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ശരി, കഅബ് ബിൻ സൂർ റഹിമഹുല്ലാഹ് അന്നേരം ഈ ഒരു വിഷയത്തിൽ വിധി കൽപ്പിക്കുന്നത് എങ്ങനെയാ? ആ സ്ത്രീയോട് പറയാണ്, നിങ്ങളുടെ ഭർത്താവിന് 4 ഭാര്യമാരുണ്ട് എന്നുള്ളത് സങ്കല്പിക്കുക. നിങ്ങളുടെ ഭർത്താവിന് 4 ഭാര്യമാരുണ്ട് എന്ന് സങ്കല്പിക്കുക. എങ്കിൽ ഒരു ദിവസം അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, ബാക്കിയുള്ള 3 ദിവസവും അവരുടെ മറ്റു ഭാര്യമാരുടെ കൂടെയായിരിക്കും. അതുകൊണ്ട് ആ രാത്രി നിന്ന് നമസ്കരിക്കുന്നതൊക്കെ 3 ദിവസം അദ്ദേഹം രാത്രി നിന്ന് അങ്ങനെ പൂർണ്ണമായിട്ട് ഇബാദത്തെടുത്തോട്ടെ, അത് അവരുടെ ഇണയായിട്ട് പരിഗണിച്ചാൽ മതി, ഒരു ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള രൂപത്തിൽ വിധി പറഞ്ഞു. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന് വലിയ ആശ്ചര്യം തോന്നി. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുരുഷന് 4 സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദം കൊടുക്കുമ്പോൾ
ആ സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട കാര്യം എങ്ങനെയാണ് എന്നുള്ളത് ഇസ്ലാം ദീനിലൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് കഅബ് ബിൻ സുഹർ റഹിമഹുല്ല ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്. അങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു ദിവസം അവരുടെ പുരുഷന്റെ കൂടെ കഴിയാനും ബാക്കി 3 ദിവസം അള്ളാഹുവിന് ഇബാദത്തെടുത്തുകൊണ്ട് ജീവിക്കട്ടെ എന്ന് വിധി പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് ആശ്ചര്യം തോന്നി. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു അവരെ ബസ്രയിലെ ഖാദിയായിട്ട് നിയമിക്കുകയാണ്. ബസ്രയിലേക്ക് ഒരാളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക അവിടുത്തെ ഖാദിയായിട്ട്. ആ സമയം ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല അറിവുള്ള വ്യക്തിയാണ്, ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഇദ്ദേഹത്തെ ബസ്രയിലെ ഖാദിയായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നിയമിച്ചു എന്നുള്ളത് ആ ചരിത്രം സഹോദരങ്ങൾ. അങ്ങനെ വലിയ ഒരു സ്ഥാനം കിട്ടാൻ കാരണമായതെന്താ? പരിശുദ്ധ ഖുർആൻ പഠിച്ചു. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വിധികളെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ടാക്കി. പരിശുദ്ധ ഖുർആനിൻ്റെ ഫിഖ്ഹ് ധാരാളമായിട്ട് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനം അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് കാരണമായത്. പക്ഷെ സഹോദരങ്ങളെ, ഈ ഒരു വിഷയം നമുക്ക് തോന്നിയതുപോലെ പരിശുദ്ധ ഖുർആൻ വായിച്ചുകൊണ്ട് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ വിധി പറഞ്ഞ് നടന്നാൽ ശരിയാകുമോ? അങ്ങനെയുണ്ട് ചില ആളുകൾ ഖുർആനെ കണ്ട് ഉദ്ധരിക്കും, എന്നിട്ട് ഇന്നതാണ് ഖുർആനിൽ അള്ളാഹു പറയണ വിധി എന്ന് ആർക്കും പരിചയമില്ലാത്ത രൂപത്തിൽ ചില പുതുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇത് ഫിത്നയുണ്ടാക്കും സമൂഹത്തിൽ. അങ്ങനെ ഉണ്ടാക്കുന്നതിനെ തൊട്ട് വളരെ ശക്തമായിട്ടുള്ള താക്കീതാണ് ഇസ്ലാമിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ ഒരു സംഭവത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഇമാം ദാരിമി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അതെന്താ? ഇമാം ദാരിമി ഉദ്ധരിക്കുകയാണ്, സുബൈഖുൽ ഇറാഖി എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. സുബൈഖുൽ ഇറാഖി അദ്ദേഹം മിസ്റിൽ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു അമീറായിരുന്ന സമയത്ത് അവിടെ പട്ടാളക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ നടന്നു പോയിട്ട് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിക്കും. ആ പ്രചരിപ്പിക്കുന്നത് ഖുർആൻ ഓതിക്കൊണ്ടാണ്. ഇങ്ങനെയാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ വിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കും. ഈ രൂപത്തിലുള്ള സംസാരം ജനങ്ങൾക്കിടയിൽ വല്ലാത്ത ഫിത്നയായിട്ട് മാറി. ഈ കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തിയപ്പോൾ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു എഴുത്തയച്ചു. നമ്മുടെ നാട്ടിൽ ഈജിപ്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, സുബൈഖുൽ ഇറാഖി. വലിയ പ്രയാസമാണ് അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കണമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു സുബൈഖുൽ ഇറാഖിയെ മദീനയിലേക്ക് അയക്കാൻ പറഞ്ഞു. അങ്ങനെ സുബൈഖുൽ ഇറാഖി മദീനയിലേക്ക് എത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മേൽ അടിശിക്ഷ നടപ്പിലാക്കി. ഓരോ ദിവസവും കൊണ്ടുവരും. എന്നിട്ട് അദ്ദേഹത്തിനെ പനയുടെ ഓലയില്ല അതിൻ്റെ മടൽ കൊണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചു. എല്ലാ ദിവസവും അദ്ദേഹത്തിന് അടി കിട്ടും, തിരിച്ചു വിടും, വീണ്ടും അടിക്കും, അദ്ദേഹത്തെ തിരിച്ചു വിടും. അങ്ങനെ അദ്ദേഹത്തിന് അത് അസഹ്യമായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എൻ്റെ അസുഖം എന്താണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ അസുഖം മാറുകയും ചെയ്തിട്ടുണ്ട്. എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മേലുള്ള ആ ശിക്ഷ നിർത്തലാക്കിയിട്ട് തിരിച്ച് മിസ്റിലേക്ക് അയക്കുകയാണ്. പക്ഷെ മിസ്റിലേക്ക് അയക്കുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചു, ആരും ഇദ്ദേഹവുമായിട്ട് ബന്ധം പുലർത്തരുത്. എല്ലാവരോടും ഇദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നതിനെ വിലക്കിക്കൊണ്ട് അമീറുൽ മുഅ്മിനീനിൻ്റെ ഉത്തരവ് നൽകുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സുബൈഖുൽ ഇറാഖിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രഹരം. അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസമുണ്ടാക്കിയത്. ആരും അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ വരുന്നില്ല. മിസ്റിലുള്ള മുസ്ലിമീങ്ങളൊക്കെ സുബൈഖുൽ ഇറാഖിയെ ബഹിഷ്കരിച്ചു പോയി. ആരും സംസാരിക്കാതെ തീർത്തും ഒറ്റപ്പെട്ടുകൊണ്ട് ഒരു സ്ഥലത്ത് നടക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അദ്ദേഹം അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഈ കൽപ്പന വളരെ ഗൗരവത്തോടു കൂടി നടപ്പിലാക്കിയപ്പോൾ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പോയിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചു. എൻ്റെ ഈ വിഷയത്തിലുള്ള സംശയങ്ങളൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് എൻ്റെ അസുഖം മാറിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള ബഹിഷ്കരണം ഒന്ന് എടുത്തൊഴിവാക്കി തരാൻ വേണ്ടി അവിടുന്ന് ശുപാർശ ചെയ്യണം അമീറുൽ മുഅ്മിനീനോട് എന്ന്. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ശരിക്കും പഠിച്ചു. അദ്ദേഹം നന്നായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ എഴുത്തയച്ചു ഈ ബഹിഷ്കരണം മാറ്റിക്കൊടുക്കാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ചു.
എല്ലാ മുസ്ലിമീങ്ങളോടും അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം നൽകി എന്നുള്ളതാണ് ചരിത്രം. സഹോദരങ്ങളെ, എത്ര സുബൈകൾ ഇറാഖിമാർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളൊക്കെ അതിൻ്റെ പുറകെ സ്വീകാര്യത നൽകിക്കൊണ്ട് പോവുകയാണ്. ശരിക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു ഭരണാധികാരി ഉണ്ട് എങ്കിൽ നല്ല ഒന്നാന്തരം അടിശിക്ഷ നടപ്പിലാക്കാനുള്ള വകുപ്പുള്ള മുസ്ലിമീങ്ങൾ, ആ അസുഖമുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇതൊരു ഇസ്ലാമിക ഭരണമുള്ള രാജ്യമല്ല. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു വിഭാഗം ചേർന്നുകൊണ്ട് അങ്ങനെ ഒരു ശിക്ഷ നടപ്പിലാക്കാനും സാധ്യമല്ല. പക്ഷെ നമുക്ക് രണ്ടാമത് പറഞ്ഞ കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്, ഇതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഇത്തരം ഫിത്തനകളൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അത്തരം ഫിത്തനകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ സംഭാഷണങ്ങളൊന്നും നമ്മൾ പ്രചരിപ്പിക്കരുത്. ഇത് കേട്ടോ, ഇത് കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതൊക്കെ നമ്മളായിട്ടൊരു പ്രചരണം കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഈ വിഷയത്തിൽ അങ്ങനെ മുസ്ലിം സമൂഹത്തിന് വിശ്വാസമുള്ള, അഖീദയുള്ള, ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള മുസ്ലിമീങ്ങൾ അങ്ങനെയുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഇവരെയൊക്കെ ഒറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതിന് പ്രോത്സാഹനങ്ങൾ നൽകാൻ പാടില്ല. ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് ജഹാലത്ത് കൊണ്ടാണ് ഇങ്ങനെ ഒരു രീതി എന്നുള്ളതാണ്. ഖുർആൻ പഠിച്ചുകൊണ്ട് ജഹാലത്ത് കൊണ്ടാണോ ഇങ്ങനെ ഒരു രീതി അയാൾ സ്വീകരിച്ചിട്ടുള്ളത്? അല്ല, അയാൾ മനഃപൂർവ്വമായിരുന്നു അത് ചെയ്തത്. ഖുർആൻ ഓതിക്കൊണ്ടാണ് അയാൾ അത് ചെയ്തത്. എന്നാൽ ചില ആളുകളുണ്ട്, അവർ ഇസ്ലാമിനെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ അത് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ അളന്നുകൊണ്ട് ഓരോ പണ്ഡിതന്മാരെയും ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന ചില ആളുകൾ നമുക്ക് കാണാം. അവരിത് ആക്ഷേപിക്കുന്നത് വല്ലതും പഠിച്ചിട്ടാണോ? ഖുർആൻ പഠിച്ചിട്ടാണോ? അല്ല. ഹദീസുകൾ പഠിച്ചിട്ടാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ രൂപത്തിലൊക്കെ സംസാരിക്കുന്നത്? അവിടെയും നമുക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു മാതൃക കാണാം. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായിട്ട് മക്കയിൽ നടക്കുമ്പോഴാണ് ഹറമിൽ വെച്ചുകൊണ്ട് ഇഹ്റാമിലായിരിക്കെ ഏതാനും ചില ആളുകൾ കടന്നു വരുന്നത്. അവർ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ് ഒരു സംശയം. ഞങ്ങൾ ഇഹ്റാമിലായിരിക്കെ ഒരു വേട്ടമൃഗത്തെ പിടികൂടി, അത് എന്താണ് അതിനുള്ള പ്രായശ്ചിത്തമെന്നാണ് ചോദിക്കുന്നത്. ഉംറയിലേക്ക് നിയ്യത്താക്കിക്കൊണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ച സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉരുവിനെ വേട്ടയാടി പിടിക്കാൻ പാടില്ല, അത് ഹറാമാണ്. ഇനി അഥവാ അങ്ങനെ പിടിച്ചാൽ എന്താണ് അതിന് പ്രായശ്ചിത്തം? ഈ ചോദ്യമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കൂടെയുള്ള ആളെ വിളിച്ചിട്ട് പറഞ്ഞു, വരൂ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൊണ്ടുപോയി. അന്നേരം ആ സംശയം ചോദിക്കാൻ വന്ന ആളുകളിൽപ്പെട്ട, അതിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം ഉറക്കെ പറയാണ് തൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആളുകളോട്, ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഉമറിനോട് ഇത് ചോദിക്കാൻ വേണ്ടി വന്നത്. ഉമറിന് ഇത് അറിയാത്തത് കൊണ്ട് ഉമർ വേറെ ആളും വിളിച്ചിട്ട് അങ്ങോട്ട് പോയി എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇൽമിനെ അളന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് ഇകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. ആ സമയം ഉമർ റളിയല്ലാഹു അൻഹു ഈ വിഷയം കേട്ടു, ശ്രദ്ധയിൽപ്പെട്ടു ഈ സംസാരം. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നുകൊണ്ട് ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾ സൂറത്തുൽ മാഇദ വായിച്ചിട്ടുണ്ടോ എന്ന്. ആ വ്യക്തി പറഞ്ഞു, ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു സൂറത്തുൽ മാഇദയിലെ ഈ വിഷയസംബന്ധമായിട്ടുള്ള സൂക്തം ഓതി കേൾപ്പിച്ചു. എന്താണ് അതിൽ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആരെങ്കിലും ഇഹ്റാമിലായിരിക്കെ ഒരു ഉരുവിനെ വേട്ടയാടി പിടിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് പകരമായിക്കൊണ്ട്, പ്രായശ്ചിത്തമായിക്കൊണ്ട് മറ്റൊരു ഉരുവിനെ എന്ത് ചെയ്യണം? ബലിയറക്കണം. പക്ഷെ അതിൻ്റെ വില നിശ്ചയിക്കേണ്ടത്, അതായത് പിടിച്ച ഉരുവിൻ്റെ വില നിശ്ചയിച്ചുകൊണ്ട് ആ വിലക്കുള്ള ഒരു ഉരുവിനെ വാങ്ങിയിട്ടാണ് ബലിയറക്കേണ്ടത്. ആ വില നിശ്ചയിക്കേണ്ടത് ആരാ? രണ്ടാളുകളാണ്. ഒറ്റക്ക് നിശ്ചയിച്ചാൽ പറ്റൂല. ഏതെങ്കിലും ഒരാൾ
കാര്യമെന്താണ് എന്നറിയാതെ വേറെ ആളുകൾ അവരെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുക. എന്തറിവാണ് അവർക്കുള്ളത്? ഈ വിഷയത്തിൽ അറിയാത്തത് കൊണ്ട് നമ്മൾ ചോദിച്ചതല്ലേ, അവർക്കൊരു ഇൽമില്ല. ഇങ്ങനെയൊക്കെ ആളുകളെ അളന്നുകൊണ്ട് സംസാരിക്കുന്ന വിഭാഗം, ഇങ്ങനെയുള്ള ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞത്, നിങ്ങൾ സൂറത്തുൽ മാഇദ വായിക്കുകയും ഇത് സംബന്ധമായിട്ടുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ച് സൂറത്തുൽ മാഇദ നിങ്ങൾ വായിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഇന്ന ഇന്ന ശിക്ഷകൾ നിന്റെ മേൽ ഞാൻ ഏൽപ്പിക്കുമായിരുന്നു എന്ന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അപ്പോൾ നോക്കിയ സഹോദരങ്ങളെ, ഈ രണ്ട് വിഷയങ്ങളും തമ്മിലുള്ള അന്തരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. സുബൈഹ് അൽ ഇറാഖിയുടെ വിഷയത്തിൽ ഒരു ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്. കാരണം എന്താ? പരിശുദ്ധ ഖുർആൻ വായിച്ചിട്ടുള്ള വ്യക്തിയാണ്, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് അറിവുണ്ട്. എന്നിട്ട് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ആയത്തുകൾ ഓതിക്കൊണ്ടാണ് ജനങ്ങളുടെ മുമ്പിൽ തെറ്റായ സന്ദേശം അദ്ദേഹം കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ശിക്ഷയാണ് ഉമർ റളിയല്ലാഹു അൻഹു നൽകുന്നത്. എന്നാൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഖുർആൻ വായിച്ചിട്ടില്ല, സൂറത്തുൽ മാഇദ വായിച്ചിട്ടില്ല, ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് അയാൾക്ക് അറിവില്ല. ജഹാലത്ത് കൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്. ജഹാലത്തായതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിന് താക്കീത് നൽകുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നർത്ഥം. അപ്പോൾ ജഹാലത്ത് കൊണ്ട് സംസാരിക്കുന്ന ആളുകൾ, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അവരെ വാൺ ചെയ്യണം. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, ഖുർആനിനെ കുറിച്ച് അറിയാതെ, ഇസ്ലാമിനെ കുറിച്ച് പരിചയമില്ലാതെ, ഹദീസുകളെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാതെ പല വിഷയങ്ങളും അവർ സംസാരിക്കും. എന്തിന്? വിമർശനങ്ങളെ സംസാരിക്കുക. എന്നിട്ട് അത് പറയുന്ന ആ വിഷയം ജനങ്ങളെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെ ഇകഴ്ത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൽ സംസാരിക്കും നമുക്ക് കാണാൻ കഴിയും. അതും പാടില്ലാത്ത ഒരു വിഷയമാണ് എന്നർത്ഥം. എന്തുകൊണ്ടാ സഹോദരങ്ങളെ ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നത്? ഇതാണ് മറ്റൊരു വിഷയം നമ്മൾ ചിന്തിക്കേണ്ടത്. സമൂഹത്തിൻ്റെ ഇടയിൽ എത്ര ആളുകളാണ് ശരിയായ രൂപത്തിൽ ഖുർആൻ മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകളുണ്ട്. ഖുർആനിനെ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് പല രൂപത്തിലുള്ള അഭിപ്രായങ്ങളും പറഞ്ഞ് ഫിത്തനയുണ്ടാക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. ഒരുപാട് അഭിപ്രായങ്ങളുള്ള ആളുകൾ സമൂഹത്തിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വക വിഷയങ്ങളിലൊക്കെ ഒരുപാട് ഖിലാഫുകളുമുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. അതുപോലെ തന്നെ തർക്കങ്ങളുണ്ട്, ഭിന്നതകളുണ്ട്. മനുഷ്യന്മാർ തന്നെ പല രൂപത്തിൽ, വിശ്വാസികൾ തന്നെ പല രൂപത്തിൽ ഭിന്നിച്ച് നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. എന്താ കാരണം എന്നറിയോ? അതും ഇതുപോലെയുള്ള ഒരു സംഗതിയാണ്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മൻഹജുണ്ട്. അത് സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അത് കാണാൻ സാധിക്കും. മുസന്നഫ് അബ്ദുറസാഖിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതെന്താ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ഒരു സംഘം ആളുകൾ വരിക. പുതുതായിട്ട് ഇസ്ലാം സ്വീകരിച്ച ഒരു പ്രദേശത്ത് നിന്ന് ഒരു സംഘം ആളുകൾ അമീറുൽ മുഅ്മിനീൻ്റെ അടുക്കൽ വന്ന് അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുണ്ട്. അന്നേരം ആ ആളുകളോട് എന്താണ് നിങ്ങളുടെ നാട്ടിലെ അവസ്ഥ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, എല്ലാവരും സുഖമായിരിക്കുന്നു, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും വളരെ കാര്യമായി തന്നെ ഖുർആൻ പഠിക്കുന്നുണ്ട്, വളരെ ധൃതിയിൽ തന്നെ ഖുർആൻ പഠിക്കുന്നുണ്ട് എന്നാണ് അതിന് മറുപടി പറഞ്ഞത്. വളരെ ധൃതിയിൽ തന്നെ ഖുർആൻ പഠിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് കേട്ട ഉടനെ തന്നെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ധൃതിയിൽ ഖുർആൻ പഠിക്കാൻ പാടില്ല എന്ന്. ആ പുതുതായി ഇസ്ലാം സ്വീകരിച്ചു വന്ന ആ ആളുകളോട് ഇങ്ങനെ ധൃതിയിൽ ഖുർആൻ പഠിക്കുന്നത് ശരിയല്ല, അത് പാടില്ല എന്ന് പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടപ്പെട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ആ സദസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ആദ്യത്തെ അനുഭവ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്. അത്രമാത്രം പാണ്ഡിത്യമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തിൽ ഫിഖ്ഹ് നൽകണേ എന്ന് പ്രാർത്ഥിച്ച ഒരുപാട് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ അന്ന് സ്വഹാബികൾക്കിടയിൽ തന്നെ വലിയ സ്ഥാനമുള്ള, എന്തിനേറെ ഉമർ റളിയല്ലാഹു അൻഹു വരെ വലിയ സ്ഥാനം കൊടുക്കുന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന സമയത്ത് 13 വയസ്സാണ് പ്രായം. ആ 13 വയസ്സുള്ള ആ സ്വഹാബിയെ എന്തിനാണ് ഇത്രയും പരിഗണിക്കുന്നത് എന്ന്, അതായത് ചെറിയ കുട്ടിയാണ്, 2.5 വർഷമാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഏതാണ്ട് 2.5 വർഷമാണ് അദ്ദേഹം ഭരണം നിർവഹിച്ചത്. അത് കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു അധികാരത്തിലേക്ക് വന്നപ്പോൾ എല്ലാ സദസ്സുകളിലും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടാവും. ആ പ്രായം ആലോചിച്ച് നോക്കിയേ, 15 വയസ്സ് കഴിഞ്ഞ 16-17 വയസ്സുകളിലുള്ള ഒരു ചെറുപ്പക്കാരൻ.
അവർക്കെന്തിന് ഇത്രയും സ്ഥാനം കൊടുക്കുന്നത് എന്ന് പല ആളുകൾക്കും ആക്ഷേപമുണ്ടായിരുന്നു. ആ ആക്ഷേപം ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് വളരെ വലിയ ഗൗരവമുള്ള സ്ഥാനമർഹിക്കുന്ന പ്രായമുള്ള സ്വഹാബികളുണ്ട്. ആ ആളുകളെയൊക്കെ ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് അവരോട് ചോദിക്കുകയാണ്, സൂറത്തു നസ്ർ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്, ആ അധ്യായം അവതരിച്ച സമയത്ത് എന്താ നിങ്ങൾക്കൊക്കെ മനസ്സിലായത് എന്ന്. ഓരോ സ്വഹാബത്തും അവിടെയുള്ള മുതിർന്ന സ്വഹാബികളൊക്കെ അതിൻ്റെ ബാഹ്യമായിട്ടുള്ള അർത്ഥം എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിൽ നിന്ന് സഹായം വന്നു കഴിഞ്ഞാൽ, ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് ചെല്ലണം, ധാരാളമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ പ്രകടമായിട്ടുള്ള ആശയം. അത് എന്താണോ അതിൻ്റെ ബാഹ്യമായിട്ടുള്ള അർത്ഥം അതെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈ കുട്ടിയായിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ നിങ്ങൾ അതിൽ മനസ്സിലാക്കിയത് എന്ന്. അന്നേരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന അധ്യായമാണ് അത് എന്നാണ്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫിഖ്ഹ്. ആ സംഭവം സ്വഹാബത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇത് ചോദിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അത്രയും സ്ഥാനം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ കിട്ടിയ ഒരു സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഈ വിഷയം പറഞ്ഞതിൻ്റെ പേരിൽ ആ സദസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അദ്ദേഹം വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ഇണയോട് പറഞ്ഞു, എനിക്കൊന്ന് കെടുക്കണം, എന്നെ തനിച്ചു വിടൂ. എന്നിട്ട് അദ്ദേഹം തനിച്ച് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കിടക്കുന്ന സമയത്ത് ഭാര്യ വന്നുകൊണ്ട് പറയാണ്, അമീറുൽ മുഅ്മിനീൻ താങ്കളെ വന്ന് അന്വേഷിക്കുന്നുണ്ട് എന്ന്. അന്നേരം അദ്ദേഹം വേഗം എഴുന്നേറ്റു. പൊടുന്നനെ എഴുന്നേറ്റ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ധൃതിയിൽ ഓടിപ്പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വാതിൽക്കൽ നിൽക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വാതിൽക്കൽ നിൽക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അവിടുന്ന് തൃപ്തിപ്പെടുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാകാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കാം, എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ എനിക്ക് പുറത്തു തരണമെന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, അതല്ല കാര്യം. ഖുർആൻ ധൃതിയിൽ പഠിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഖുർആൻ ധൃതിയിൽ പഠിച്ചാലുള്ള കുഴപ്പമെന്താണ്? നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? അത് പറയൂ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. അന്നേരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ മത്താ യതസാറഉ ഹാദിഹിൽ മുസാറഅ യഹ്തഖു. അവർ ധൃതി കാണിക്കുമ്പോൾ ഓരോ ആളുകളും പറയും, ഹക്ക് എൻ്റെ കയ്യിലാണ്, ഹക്ക് എൻ്റെ കയ്യിലാണ്. ഓരോ ആളുകളും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അതിൻ്റെ അർത്ഥം കണ്ട് പറഞ്ഞു കൊടുത്തിട്ട് പറയും, ഹക്ക് എൻ്റെ കയ്യിലാണ്, ഞാൻ പറഞ്ഞതാണ് ഹക്ക്, ഇതാണ് ശരിയായിട്ടുള്ളത് എന്ന് ആളുകൾ പറയാൻ തുടങ്ങും. ഹക്ക് എൻ്റെ കയ്യിലാണ് എന്ന് ഓരോ ആളുകളും പറയുമ്പോൾ അവർ തർക്കിക്കാൻ തുടങ്ങും. പിന്നെ രണ്ടു കൂട്ടരും തമ്മിൽ ഇങ്ങനെ തർക്കിക്കാൻ തുടങ്ങും ആ വിഷയത്തിൽ. അവർ പരസ്പരം തർക്കിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിൽ ഭിന്നതയുണ്ടാകും. പിന്നെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകും ഇതിൻ്റെ കാരണത്തിൽ. അവർക്കിടയിൽ ഭിന്നതയുണ്ടായിക്കഴിഞ്ഞാൽ അവർ പരസ്പരം പോരടിക്കാൻ തുടങ്ങുമെന്നാണ് പിന്നെ മുസ്ലിം സമുദായം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മളുടെ ഇടയിൽ ഈ രൂപത്തിലുള്ള തർക്കങ്ങളും ഭിന്നതകളുമൊക്കെ രൂക്ഷമാകാൻ കാരണമെന്താണ്? അതിൻ്റെ അടിസ്ഥാന കാരണമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് നിങ്ങൾ വെളിപ്പെടുത്തിയത് എന്ന്. നോക്കണേ, ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയ അതേ ആശയത്തിലാണ് നിലകൊള്ളുന്നത് എന്നർത്ഥം. എത്ര ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ് എന്ന് ചിന്തിച്ചു നോക്കി. ഖുർആൻ ധൃതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം പറയണത്, ഹക്ക് ഞങ്ങളെ കയ്യിലാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ പറയും, എന്നിട്ട് അതിൻ്റെ മേൽ തർക്കിക്കും, അതിൻ്റെ മേൽ ഭിന്നത വരും. അങ്ങനെ മുസ്ലിം സമുദായം ഭിന്നിച്ചു കഴിഞ്ഞാൽ അവർ പരസ്പരം പോരടിക്കും. അപ്പം അതിൻ്റെ അടിസ്ഥാന കാരണം എന്താ? ധൃതിയിൽ ഖുർആൻ പഠിക്കുന്നതാണ് പ്രശ്നം. ഖുർആൻ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്. എങ്ങനെയാ സഹോദരങ്ങൾ അങ്ങനെ ഖുർആൻ പഠിക്കുക? അങ്ങനെയാ ഖുർആൻ പഠിച്ചിട്ടുള്ളത്. ഖുർആനിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ട്, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ പിൻപറ്റുന്ന ഇമാം ഹഫ്സിൻ്റെ പാരായണം ഉണ്ടല്ലോ, അത് നമുക്ക് എത്തിച്ചു തന്നൊരു റാവിയുണ്ട്. അതായത് പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്നത്, അതിൻ്റെ സനത് പോകുന്നത് ഇമാം ഹഫ്സിലേക്കാണ്. ഇമാം ഹഫ്സിന് അത് ഇമാം ആസിമിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇമാം ആസിം റഹ്മഹുല്ല അത് പഠിച്ചത് അബൂ അബ്ദുറഹ്മാൻ സുലമി റഹ്മഹുല്ലയിൽ നിന്നാണ്. അബൂ അബ്ദുറഹ്മാൻ സുലമി റഹ്മഹുല്ല കൂഫയിലെ ഒരു പള്ളിയിൽ 40 വർഷത്തോളം ഒരു പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ പഠിപ്പിച്ചു എന്നാണ്.
ഇമാം ദഹബി സീറ അലാമിൻ നുബുലായിൽ രേഖപ്പെടുത്തിയത്. അദ്ദേഹം അതിന് കാരണം പറഞ്ഞത് എന്താണെന്നറിയോ? എന്നെ ഈ പള്ളിയിൽ ഇങ്ങനെ ചടഞ്ഞിരുത്തിയത് ഈ ഹദീസാണ് എന്ന്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന ഹദീസ്, നിങ്ങളിൽ ഉത്തമനായിട്ടുള്ളവൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞ ഹദീസ്. ഈ ഹദീസാണ് എന്നെ അവിടെ ഇരുത്തിയത് എന്നാണ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ഈ അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ലാ. അദ്ദേഹം പറയാണ്, സീറ അലാമിൻ നുബുലായിൽ ഇമാം ദഹബി റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. എന്താ അദ്ദേഹം പറയണത്? ഞാൻ ഖുർആൻ പഠിച്ചിട്ടുള്ളത് എവിടെ നിന്നാണെന്നറിയോ? ഞാൻ ഖുർആൻ പഠിച്ചിട്ടുള്ളത് 10 ആയത്തുകൾ ഖുർആൻ മനഃപ്പാഠമാക്കുകയും എന്നിട്ട് ആ 10 ആയത്തുകൾ എന്താണ് എന്നുള്ളത് ശരിക്ക് ഗ്രഹിച്ച് അത് ജീവിതത്തിൽ പകർത്തിയതിന് ശേഷം അടുത്ത 10 ആയത്ത് പഠിച്ച ഒരു തലമുറയിൽ നിന്നാണ് ഞാൻ ഖുർആൻ പഠിച്ചിട്ടുള്ളത് എന്ന് അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ലാ പറഞ്ഞു എന്ന്. സഹോദരങ്ങളെ, ആരിൽ നിന്നാണ് അദ്ദേഹം ഖുർആൻ പഠിച്ചത്? അദ്ദേഹം ഖുർആൻ പഠിച്ചത് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അദ്ദേഹം ഖുർആൻ പഠിച്ചത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അദ്ദേഹം ഖുർആൻ പഠിച്ചത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഈ 3 സ്വഹാബികളാണ് അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാർ. ആ ഉസ്താദുമാരുടെ ക്വാളിറ്റിയാണ് അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ലാ പറഞ്ഞത്. 10 ആയത്തുകളാണ് അവർ പഠിക്കുക. ആ 10 ആയത്തുകൾ പഠിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് പകർത്തും. അതിൽ നിന്ന് എന്താണ് എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താനുള്ളത് അത് ഉൾക്കൊള്ളും. അത് ഉൾക്കൊണ്ടതിന് ശേഷം അടുത്ത 10 ആയത്ത്, എന്നിട്ടേ അടുത്ത 10 ആയത്ത് പഠിക്കുള്ളൂ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സമാനമായിട്ടുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഞങ്ങളൊക്കെ ഖുർആൻ പഠിക്കുന്ന രീതി ഇങ്ങനെയാണ് എന്ന്. 10 ആയത്ത് പഠിക്കും, ജീവിതത്തിലേക്ക് പകർത്തുക, എന്നിട്ട് അടുത്ത 10 ആയത്ത് പഠിക്കുക. നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പഠിക്കുന്ന ഒരു രീതിയാണുള്ളത്. ഖുർആൻ നേരൂപത്തിൽ നമ്മൾ പ്രാപിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ ഇങ്ങനെ 10 ആയത്തുകൾ പഠിക്കുക, എന്നിട്ട് അൽബക്കറയിൽ 10 ആയത്ത് പഠിക്കുക. അത് ജീവിതത്തിലേക്ക് പകർത്താനുള്ള ആശയം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അടുത്ത 10 ആയത്ത് പഠിക്കുക. അങ്ങനെ ആവുമ്പോൾ ഈ പറഞ്ഞ ഫിഖ് നമുക്ക് കിട്ടും. ഖുർആനെ നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പരിശുദ്ധ ഖുർആൻ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സഹോദരങ്ങളെ അത് കൃത്യമായിട്ട് അതനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിലാണ് അത് ഒരു സ്വാധീനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുക. പരിശുദ്ധ ഖുർആൻ ഒരു സ്വാധീനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലൂടെയുള്ള ഒരു പരിവർത്തനം നമ്മളിൽ ഉണ്ടാകുന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞില്ലേ ആയിഷ റളിയല്ലാഹു അൻഹ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശേഷിപ്പിക്കാറുള്ളത് ഭൂമിയുടെ പരപ്പിലൂടെ നടന്നു പോകുന്ന ഖുർആൻ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ നടന്നു പോകുകയാണ് എന്ന്. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ നടന്നു പോകുകയാണ് ഭൂമിയുടെ പരപ്പിലൂടെ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന്. അങ്ങനെ ഖുർആൻ സ്വാധീനിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. അപ്പോൾ ശരിയായിട്ടുള്ള ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അങ്ങനെ ആ പരിവർത്തനം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹൃദയം അറിഞ്ഞുകൊണ്ട് ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ പരിവർത്തനം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം. ഹഫ്സ ബിൻത് സിരീൻ റഹ്മത്തുള്ളാ, അവർ 12-ാം വയസ്സിൽ ഹാഫിളത്തായിട്ടുള്ള മഹദിയാണ്. 12-ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുള്ള മുഹമ്മദ് ബിൻ സിരീൻ റഹ്മത്തുള്ളയുടെ സഹോദരിയാണ് ഹഫ്സ ബിൻത് സിരീൻ. അവരുടെ മകൻ ഫുദൈൽ റഹ്മത്തുള്ള മരണപ്പെടുകയാണ്. വല്ലാത്ത പുകച്ചിലുണ്ടാക്കി. കാരണം ഈ കുട്ടിയാണ്, ഫുദൈൽ എന്ന് പറയുന്ന ഈ കുട്ടിയാണ് ഈ ഉമ്മാക്ക് എപ്പോഴും സഹായിയായിട്ട് കൂടെ ഉണ്ടാകാറ്. വിറക് ശേഖരിക്കും, അതുപോലെ തന്നെ ഏറ്റവും മുന്തിയ ഒട്ടകത്തിൻ്റെ പാലൊക്കെ കറന്ന് കൊണ്ടുവന്ന് അതിരാവിലെ ഉമ്മാനെ കുടിപ്പിക്കും. അങ്ങനെ ഉമ്മയോട് ഒട്ടിച്ചേർന്ന് നിന്നിരുന്ന ഒരു മകൻ. ആ മകൻ ചെറുപ്രായത്തിൽ മരിച്ചാലുണ്ടാകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ കുട്ടി മരിച്ചു പോകുകയാണ്. ആ കുട്ടി മരിച്ചപ്പോൾ ഹൃദയത്തിൽ വല്ലാത്ത വേദനയുണ്ടായി. ഹഫ്സയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഒരു തരം പുകച്ചിലുണ്ടായി എന്നുള്ളതാണ്. ഒരു ഹമ്മ് എന്നൊക്കെ പറയില്ലേ, വല്ലാത്ത പുകച്ചിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അനുഭവപ്പെട്ടു. ആ സമയം അവർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സൂറത്തു നഹ്ലിലെ 96-ാമത്തെ ആയത്ത് അവർ പാരായണം ചെയ്തു. മാ ഇൻദകും യൻഫദ്, നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകുന്നതാണ്. മനുഷ്യന്മാരോട് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്താണോ നമ്മുടെ ദുനിയാവിലുള്ളത്, നമ്മുടെ ദുനിയാവിലുള്ളതെല്ലാം തീർന്നു പോകുന്നതാണ്. വമാ ഇൻദല്ലാഹി ബാഖിൻ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാകട്ടെ അതൊക്കെ ശേഷിക്കുന്നതാണ്. ദുനിയാവിൽ നമ്മൾ എന്തൊക്കെ സ്വരൂപിച്ച് വച്ചിട്ടുണ്ടോ, സമ്പത്ത് ആയിട്ട്, സന്താനമാകട്ടെ, അലങ്കാരമായിട്ട് നമ്മളെ തോന്നിപ്പിക്കുന്ന എന്തെല്ലാം വിഭവങ്ങളുണ്ടോ, അതൊന്നും
നമ്മളെ സംബന്ധിച്ച് അവശേഷിക്കുകയില്ല എന്നർത്ഥം. അതൊക്കെ തീർന്നു പോകുന്നതാണ്. അള്ളാഹുവിൻ്റെ അടുക്കിലേക്കുള്ളത് മാത്രമാണ് ബാക്കിയാവുകയുള്ളൂ. വലനജ്സിയന്നല്ലദീന സ്വബറു അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ക്ഷമിച്ചവർക്ക് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ നല്ലതനുസരിച്ച് അവരുടെ പ്രതിഫലം തീർച്ചയായിട്ടും നാം നൽകുക തന്നെ ചെയ്യുന്നതാണ്. ഈ ആയത്ത് അങ്ങോട്ട് പാരായണം ചെയ്ത സന്ദർഭത്തിലാണ് മകൻ മരണപ്പെട്ടതും അവരുടെ ദുഃഖവും ഭൗതികമായിട്ടുള്ള അവരുടെ ആദിയും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പുകച്ചിലുമൊക്കെ അവർക്ക് ബോധ്യപ്പെടുന്നത് ഇതൊന്നും ദുനിയാവിൽ അവശേഷിക്കുന്ന ഒരു കാര്യമല്ല. മക്കളാകട്ടെ, സന്താനമാകട്ടെ, സമ്പത്താകട്ടെ, എന്തുമാകട്ടെ, നമ്മുടെ ദുനിയാവിൽ അതൊക്കെ നമ്മളിൽ നിന്ന് പോകുന്നുണ്ടോ? നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന എന്തും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? അതൊക്കെ സഹോദരങ്ങളെ, അങ്ങനെ കരുതി വെക്കുന്ന ഒന്നും നമുക്ക് സ്വന്തമാക്കാൻ ഒരിക്കലും ഈ ഭൂമിയിൽ സാധിക്കുകയില്ല. ഇതൊക്കെ നിങ്ങളുടെ അടുക്കലുള്ളതെല്ലാം തീർന്നു പോകുന്നതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ എന്തെല്ലാം ചെലവഴിച്ചിട്ടുണ്ടോ അതെല്ലാം ബാക്കിയാകണതാകണം എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. അതുകൊണ്ട് എന്തെങ്കിലും ദുനിയാവിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ അത് ക്ഷമിച്ചോളാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണത്. ഇത് സൂറത്ത് നഹ്ലിൽ 96-ാമത്തെ ആയത്ത് അങ്ങോട്ട് ഊതിയപ്പോൾ അവരുടെ പുകച്ചിലും പോയി, അവരുടെ പ്രശ്നവും പോയി. മകൻ മരണപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ പേരിൽ അവർ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നോ ആ പ്രയാസമെല്ലാം നീങ്ങി അവരുടെ ഹൃദയം സമാധാനത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അത് ഖുർആൻ ഓതിയപ്പോൾ വന്നതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഒരു പ്രയാസം അനുഭവിക്കുമ്പോൾ, കുടുംബത്തിൽ ഒരു പ്രശ്നം അനുഭവിക്കുമ്പോൾ, നമ്മുടെ ബിസിനസ്സിൽ ഒരു തകർച്ച അനുഭവിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് അതിലൊരു ആശ്വാസം കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല എങ്കിൽ ഖുർആൻ കൊണ്ട് ഒരു ഉപകാരമെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം എന്തായിരിക്കും? അതിൻ്റെ അടിസ്ഥാന കാരണം നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആ വിഷയമാണ് നമ്മൾ അതിലേക്കാണ് മടങ്ങേണ്ടത്. നമ്മൾ ധൃതിയിലാണ് ഖുർആനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് എന്ന്. ഖുർആൻ ധൃതിയിൽ നമ്മൾ ഫാത്തിഹ പഠിക്കുന്നു, ഖുർആൻ ധൃതിയിൽ നമ്മളിങ്ങനെ ആയത്തുകളുടെ അർത്ഥമൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് അങ്ങനെ പോകുന്നു, ഒന്ന് കഴിഞ്ഞ് ഒന്നിലേക്ക് അങ്ങനെ പോകുന്നു. ആദ്യം പഠിച്ചത് എന്താ? അത് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് എന്നർത്ഥം. അത് പാടില്ല എന്നുള്ളതാണ്. കുറച്ചാണ് പഠിക്കുന്നത് വെച്ചെങ്കിലും സഹോദരങ്ങളെ, കുറച്ചാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിലും അതുകൊണ്ട് ഉപകാരം ഉണ്ടാകണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ മാത്രമൊന്ന് ആശയം അറിഞ്ഞുകൊണ്ട് അർത്ഥം അറിഞ്ഞുകൊണ്ടൊന്നും പഠിക്കാൻ ശ്രമിച്ചു നോക്കി. അള്ളാഹിനോട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ സിറാത്തുൽ മുസ്തഖീം നമ്മൾ ചോദിക്കുന്നു. ആ സിറാത്തുൽ മുസ്തഖീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് നൽകിയിട്ടുള്ള ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആരാണ് ആ നിഅമത്ത് നൽകിയിട്ടുള്ള ആളുകൾ? അത് നബിമാരാണ്, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അവരാണ് എന്നുള്ളത് അത് ചോദിക്കാനുള്ളൊരു ക്വാളിറ്റി നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണ്ടേ. എന്നിട്ടോ എന്താ അപ്പോൾ അവർക്ക് അങ്ങനെ ആകാൻ കാരണം? അവർക്ക് ഇൽമുണ്ട്, അവരുടെ നല്ല നിയ്യത്തായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അത് വിശദീകരിക്കുന്നുണ്ട്. അവർക്ക് നല്ല ഇൽമുണ്ട്, അവരുടെ നിയ്യത്തും നല്ലതാണ്. എന്നാൽ അത് കഴിഞ്ഞാലോ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയാണ്, അള്ളാഹു നിഅമത്ത് നൽകിയ ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞതിന് ശേഷം ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിച്ച ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുത് എന്ന്. എന്തേ കോപിച്ച ആളുകൾ ഉൾപ്പെടുത്തരുത് എന്ന് പറയാൻ കാരണം? കോപിച്ച ആളുകൾക്ക് ഇൽമുണ്ട്, പക്ഷേ അവരുടെ നിയ്യത്ത് ഫസാദാണ് എന്നാ പണ്ഡിതന്മാർ പറയുന്നത്. അവർക്ക് ഇൽമുണ്ട്, കൃത്യമായ അറിവുണ്ട്, പക്ഷെ അവരുടെ ഉദ്ദേശശുദ്ധി ശരിയല്ല. അവരാ ഇൽമൊക്കെ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. ജൂതന്മാരായ ആളുകളുടെ സ്വഭാവമാണ് അത്. നമ്മളത് അങ്ങനെ ആകാൻ പാടുണ്ടോ? നമുക്ക് അറിവ് കിട്ടിയിട്ട് ആ അറിവ് ഫസാദിന് വേണ്ടിയിട്ട്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കിട്ടിയ അറിവിനെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ശേഷമോ വലദ്ദാലീൻ, വഴിപിഴച്ച ആളുകളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആളുകളിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ എന്ന. എന്താണ് അവരുടെ പ്രത്യേകത? അവർക്ക് ഇൽമില്ല, പക്ഷെ അവരുടെ നിയ്യത്ത് നല്ലതാണ് എന്ന പണ്ഡിതന്മാർ പറയുന്നത്. അവർക്ക് ഇൽമ് ഇല്ല, അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് കൊണ്ടല്ല അവർ അമലുകൾ ചെയ്യുന്നത്, പക്ഷെ നല്ല ഉദ്ദേശമാണ് അവർക്കുള്ളത്, സ്വർഗത്തിലേക്ക് പോകണം, അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുമെന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ അമലുകൾ ചെയ്യുന്നത്. നസ്സാറാക്കളെ കുറിച്ചാണ് ഈ പറയണത്. നസ്സാറാക്കൾക്ക് നല്ല നിയ്യത്താണ്, പക്ഷെ അവരുടെ അമലുകൾ ഇൽമനുസരിച്ച് കൊണ്ടല്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, സമസ്തയെ പോലെയുള്ള ആളുകളൊക്കെ അവർ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്. കുത്തുബിയത്ത് നിർവഹിക്കുന്നു, നാരിയ സലാത്ത് പാരായണം ചെയ്യുന്നു, അതുപോലെ തന്നെ ധാരാളക്കണക്കിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കാത്ത, ദീൻ പഠിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അമലുകൾ ചെയ്യുന്നുണ്ട്. നല്ല ഉദ്ദേശത്തിൽ അവർ ചെയ്യുന്നത് സാധുക്കളായിട്ടുള്ള ആളുകൾ, അവരുടെ ഉദ്ദേശം നല്ലതാണ്, നല്ല നിയ്യത്താണ്, പക്ഷേ ഇൽമില്ലാതെയാണ് അവർ അമലുകൾ ചെയ്യുന്നത്. അതിലും നമ്മൾ ഉൾപ്പെടുത്തരുതേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വലദ്ദാലീൻ. ഒന്ന് ആലോചിച്ച് നോക്കി സഹോദരൻ, ഈ സൂറത്തുൽ ഫാത്തിഹ മാത്രം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ആദ്യം മുതൽ അവസാനം വരെ പഠിച്ചാൽ മുഴുവൻ തൗഹീദാണ്.
തൗഹീദ് റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാ സിഫാത്തും ഒക്കെയുള്ള ഒരു അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ, ഒരൊറ്റ അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നതകൾ കുറയും. മുസ്ലിങ്ങളുടെ ഇടയിൽ ശരിയായ രൂപത്തിലേക്കുള്ളൊരു മനഹജ് സ്വീകരിച്ചുകൊണ്ട് ശരിയായ ആദർശത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന ഒരൊറ്റ അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെ ധൃതി കൂട്ടാതെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിവ് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമുക്ക് സാധിച്ചാൽ ഈ പറഞ്ഞ ഭിന്നതകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഫിത്തനകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാനും ശരിയായ പാന്താവിലൂടെ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ചുകൊണ്ട് സ്വർഗം പ്രാപിക്കാനും വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ പഠിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട മനഹജ്, അതിൻ്റെ രീതിശാസ്ത്രം എന്താണ്? ചുരുക്കി പറഞ്ഞാൽ അത് അവധാനതയോടുകൂടി സാവകാശം പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. അത് ഓരോന്നും മനസ്സിലാക്കി പഠിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൽ ശരിയായ നിലക്ക് അടിയുറച്ച് നിൽക്കാനും അള്ളാഹുവിൻ്റെ ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും നാളെ പരലോകത്ത് യഥാർത്ഥ മുത്തഖിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.